ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നടത്തി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങൾ ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിംഗ് ആണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ കറക്റ്റ് റീഡിംഗ്, കറക്റ്റ് എനർജി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നിലവിലുള്ള മാനസിക അവസ്ഥ. ഓക്കെ, ഇതാണ് നിലവിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ മാനസിക അവസ്ഥ. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും പരിഹാരം നിങ്ങളുടെ പേഴ്സൺ ലഭിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണിന് ലഭിക്കുമോ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പരിഹാരം ലഭിക്കുമോ? ഓക്കെ, അടുത്തത്, ഉടൻ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന നന്മ എന്താണ്? നിങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ലഭിക്കൂ. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസൻറ്റ് എന്താണ്? ഇപ്പോൾ ഉള്ള കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ നിയർ ഫ്യൂച്ചർ എന്തായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൻ്റെ നിയർ ഫ്യൂച്ചർ എന്തായിരിക്കും? ഓക്കെ, അടുത്ത നോക്കാം. ലോങ് ഫ്യൂച്ചർ എന്തായിരിക്കും? നിങ്ങളുടെ പേഴ്സൻ്റെ ലോങ് ഫ്യൂച്ചർ എന്തായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേഴ്സണൽ ലൈഫിൽ, റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്? പ്രാർത്ഥിക്കുക, ഏറ്റവും കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ ഒന്നിലധികം കാർഡ് എടുക്കാം. റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്? നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡ് നൽകണമേ. റീയൂണിയൻ സാധ്യമാണോ? ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഓക്കെ, നിങ്ങൾ നോക്കുക. നിങ്ങളോട് ഇതിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ചുറ്റുപാട് അവസ്ഥ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചുറ്റുപാട് അവസ്ഥ എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തിനെയാണ് ഭയക്കുന്നത്? ഈ ഒരു സമയം എന്തിനെയാണ് ഭയക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ എന്ത് ഗുണപാഠമാണ് ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ടത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ബാധിച്ചിരിക്കുന്നു. ചില ആൾക്കാരുടെ നെഗറ്റീവ് കണ്ണുകൾ, നെഗറ്റീവ് വാക്കുകൾ, ശാപവാക്കുകൾ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയം ബാധിച്ചിരിക്കുന്നു. ഓക്കെ, അതിന് എന്താണ് പരിഹാരം എന്ന് പറയുന്നത്? നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഓവർ തിങ്കിങ്ങും അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുമായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിലേക്ക് നല്ലൊരു കാര്യം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഇപ്പം നിങ്ങൾ പേഴ്സൺ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അഭിമുഖീകരിക്കുകയാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഒരുപാട് കലങ്ങി മറിഞ്ഞ തിരകളെ കാണാം. ഇവിടെ നിന്നും ശാന്തമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ള നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഈഗോ പ്രശ്നങ്ങളോ യാതൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഈഗോ കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ മാനസികമായി തളർന്ന അവസ്ഥയാണ് ഉള്ളത്. ഇവിടെ നിന്നും മാറിപ്പോകുന്നതിന് വേണ്ടി അവരുടെ ഓവർ തിങ്കിങ്ങിൽ നിന്നെല്ലാം മാറി സമാധാനത്തിലേക്ക്, ഒരു സെൽഫ് ലവിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് അവർക്ക് ഇപ്പോഴുള്ള ഒരു പരിഹാരം. അവരനുഭവിക്കുന്നതായ പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം അതാണ്.
അടുത്തത് നോക്കാം, ഉടൻ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന നന്മ എന്താണ്? അവരുടെ ജീവിതത്തിൽ അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ ന്യൂ ബിഗിനിങ് സംഭവിക്കാൻ പോകുന്നു, നന്മയാണ്. അവർ വിചാരിച്ചു ഇനി ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് ഒരു നന്മ വരത്തില്ല, ഒരു ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇത് ഡിവൈൻ പവറാണ്. ഓക്കെ, ആ ഡിവൈൻ പവർ നിങ്ങളുടെ പേഴ്സണ് ഒരു വിജയം നൽകുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം, പ്രത്യേകിച്ച് പറയുകയാണ്, ഡിവൈൻ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ജീവിത ചക്രമാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഇത് ലൈഫിൽ വന്നു പോകേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാർമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ലൈഫിൽ നേരിടേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസൻറ്റിൽ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഏത് സ്ഥലത്താണോ, ജോലി സ്ഥലവുമായിട്ട് നമുക്ക് മാനസിക പ്രശ്നങ്ങളാണ്. ഒരുപാട് ഡിപ്രഷനിൽ കൂടി ആ ജോലി സ്ഥലത്ത് കടന്നു പോകുന്നുണ്ട്. ബാലൻസിങ്ങിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടോ ഒന്നും ജോലി സ്ഥലത്ത് നിന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ലഭിക്കുന്നില്ല. എങ്കിലും ഉത്തരവാദിത്ത ഭാരങ്ങൾ കൂടിയിരിക്കുകയാണ്. ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓവർ വർക്ക്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആ ജോലിയെ സംബന്ധിച്ച് ഹൃദയത്തെ കുറച്ച് റഫാക്കി വെച്ചിരിക്കുകയാണ്. ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജോലി സംബന്ധമായിട്ടായിരിക്കും ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ട് മറ്റുള്ളവരോട് കൂടി പെരുമാറുന്ന രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നത്. ഓക്കെ, ചില രഹസ്യങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കുന്നതായിട്ടും കാണുന്നു. ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഒളിപ്പിക്കുന്നത്. ഓക്കെ, സ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? അടുത്തത് നോക്കാം, നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം അവർ നേടിയെടുക്കുന്നതാണ്. ഗോള്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോളിൽ അവർ ചെന്നെത്തും. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുപോകുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അത് തന്നെ അവരുടെ ലൈഫിൽ സംഭവിക്കും. എല്ലാ കാര്യത്തിലും ഒരു സ്റ്റെബിലിറ്റി, എല്ലാ കാര്യത്തിലും ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് തന്നെ അവരുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, അവർ എന്താണോ ഒരുപാട് പാഷനായിട്ട് കൊണ്ട് നടന്ന കാര്യം അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കാം, ലോങ് ടൈം ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വരുമെങ്കിലും അവർ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അവരിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ കൂടുതൽ പ്രൊമോഷനായിട്ട് ലഭിക്കണമെന്ന് അവർ മനസ്സിൽ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇതും ഒരു ഫ്യൂച്ചറാണ്, അവർ ഗോള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവർക്കൊരു ഫ്യൂച്ചർ വേണം, സാമ്പത്തികമായിട്ടുള്ള ഉന്നതി വേണം എന്നൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിയർ ഫ്യൂച്ചർ സംഭവിക്കും. പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, അത് ലോങ് ആയിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക്, സമയം നോക്കാതെ തന്നെ അവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവരൊരു ഓഫീസ് അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന മറ്റ് ജീവനക്കാർ എത്തുന്നതിന് മുന്നേ തന്നെ അവർക്ക് അവിടെ വന്ന് വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തൊഴിലാളികൾ ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും ഒരുപാട് വർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ലെവലിൽ അവരുടെ സാമ്പത്തിക നില ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ലോങ് ഫ്യൂച്ചറിൽ ഇതാണ് അവർക്കുള്ള അഡ്വൈസാണ്. അപ്പോൾ റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത് നോക്കാം, അവരുടെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന്. ചില പ്ലാനുകൾ അവർ തയ്യാറാകുകയാണ്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഉപദേശപ്രകാരമാണ് അവരുടെ ഓരോ ചലനങ്ങളും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ അതെല്ലാം വിട്ടുകൊണ്ട് അവരുടേതായ ചില കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ വയ്ക്കുന്നു. അവരുടേതായ ചില ചിന്തകളിലേക്ക് അവർ ശ്രദ്ധ വച്ചിരിക്കുകയാണ്. അവരുടെ
സ്വപ്നത്തിലേക്ക് അവർ കടന്നു പോകാൻ ശ്രമിക്കുന്നു, പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയോ പ്ലാനുകൾ നടക്കുന്നുണ്ട്. അടുത്ത നോക്കാം. റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. ഒരുപാട് വർഷം പരിചയമുള്ള വ്യക്തിയാണ്, ഒരുപാട് തവണ ഒരുമിച്ച് ജീവിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പഴയകാല സുഹൃത്തായിരിക്കാം, ഒരുമിച്ച് പഠിച്ച വ്യക്തികളായിരിക്കാം, എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത വ്യക്തികളായിരിക്കാം. ആ വ്യക്തിയെ കാണുവാനുള്ള, ആ റിലേഷൻഷിപ്പ് പുതുക്കുവാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ലൈഫിൽ കാണുന്നത്. ഒരു റീയൂണിയൻ കാണുമോ എന്ന് ചോദിച്ചതിന് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ റീയൂണിയനുള്ള സാധ്യത അത്ര ശക്തമായി കാണുന്നില്ല. എങ്കിലും ചില വ്യക്തികൾക്ക് ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ കാർഡ് വന്നതുകൊണ്ട് ഒരു 70% പേർക്കും റീയൂണിയൻ സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഒരു ബാക്കിയുള്ള ശതമാനം ചില സൈലൻറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില നിഗൂഢതകൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ആകുന്നതിന് ചില വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമാണ്. ചില വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കാർഡിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം. ഇപ്പോൾ ഇതിൽ ഏത് കാർഡാണ്, ഏത് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നുള്ളത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 കാർഡ് കൂടി എടുക്കാം. അതിൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ലൈഫിൽ റീയൂണിയൻ സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റീയൂണിയൻ സാധ്യമാകുമോ? ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. ഓക്കെ, ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇത് ഫസ്റ്റ് കാർഡ്, ഇത് സെക്കൻഡ് കാർഡ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. രണ്ടാമത്തെ കാർഡിന് റീയൂണിയൻ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങളെ കാണാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിയുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ആ കാര്യം നിങ്ങളോട് ഇപ്പോൾ ഓപ്പൺ ആക്കി കാണിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. സെയിം എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ ശരിയായ ഫേസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആക്കുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ എനർജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാർഡുകാർക്കാണ് റീയൂണിയൻ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അടുത്ത നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റുപാട് ഇപ്പോൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റുപാട് ഇപ്പോൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ജോലികളിലാണ് ഇപ്പോൾ ഒരുപാട് ശ്രദ്ധ നിങ്ങളുടെ പേഴ്സൺ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവരിപ്പോൾ ഒരുപാട് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രയോറിറ്റി കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഭയപ്പെടുന്നത്? ഒരു റീയൂണിയനെ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയനെ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. കാരണം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ ഭയപ്പെടുന്നുണ്ട്. ചില പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അവർക്ക് ചില ഡൗട്ടുകൾ, രക്ഷപ്പെടുമോ ഇല്ലയോ, എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത്? ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഏത് കാര്യത്തിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ അതിലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഗുണപാഠം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് റീഡിങ് തുടർന്നും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ല, ഞാൻ ഇതിനു മുന്നേ എടുത്തിരിക്കുന്നത് പോലെ തന്നെ എടുത്താൽ മതിയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാകുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാ റീഡിങ്ങും ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇപ്പോഴും നിലവിലുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് എല്ലാം വരുന്നതായിരിക്കും. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് കൂടി നോക്കാം. ചില വ്യക്തികളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട്
തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. ഓക്കെ, 2 കാർഡ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടോ, നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ എന്ന് നോക്കുക. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് കാർഡാണ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാനസികമായിട്ടും അവിടെ ചില അകൽച്ചയാണ് കാണുന്നത്. തേർഡ് പാർട്ടി ഉണ്ട്, അവർ തേർഡ് പാർട്ടിയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, തേർഡ് പാർട്ടിയോടൊപ്പം തന്നെയാണ്. പക്ഷേ ഒരു അകൽച്ച മാനസികമായിട്ടും അവിടെ അത്ര നല്ല സ്ഥിതിയിൽ കൂടിയല്ല കടന്നു പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ജോലിയാണ് തേർഡ് പാർട്ടി, മറ്റ് ചില വ്യക്തികൾക്ക് കുടുംബമാണ് തേർഡ് പാർട്ടി. ഓക്കെ, അവർ കൂടുതലും ശ്രദ്ധയും ഫോക്കസും ചെയ്യുന്നത് അവരുടെ കുടുംബത്തിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റീയൂണിയൻ ഇവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് റീയൂണിയൻ എടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്ന നമ്പേഴ്സും മാസവും നിങ്ങൾ നോക്കുക. നമ്പർ പറയുമ്പോൾ തന്നെ ആ മാസവും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 6, 5, 13, 4, 5, 10, 1, 8, 7, 6, 2, 3. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് നോക്കുക. വാട്ടർ സൈൻ വന്നിട്ടുണ്ട്, എയർ സൈൻ വന്നിട്ടുണ്ട്, ഫയർ സൈൻ, എല്ലാ സൈനും വന്നിട്ടുണ്ട്. കാരണം എല്ലാ സൈനും വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ രാശികളും പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു രാശിയും ഇല്ലാതെ ഇല്ല, എല്ലാവരുടെയും രാശി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. ഇതിലുള്ള എക്സ്ട്രാ എനർജികളെല്ലാം മാറിപ്പോയി യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിലേക്ക് ഞാൻ എൻ്റെ കാർഡിനെ സമർപ്പിക്കുന്നു. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ എനർജിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള മാനസിക പ്രശ്നം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതിനുള്ള പരിഹാരം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഉടൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നന്മ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രസന്റ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ? നിയർ ഫ്യൂച്ചർ എന്താണ്? ലോങ് ഫ്യൂച്ചർ എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ്? റീയൂണിയൻ സാധ്യമാണോ? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നത്? ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഗുണപാഠം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങൾ കാർഡെല്ലാം കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സ്കിപ്പ് ചെയ്യുന്നവർക്ക് അത്രത്തോളം എനർജി ലഭിക്കുന്നത്. അപ്പം ആദ്യത്തെ നമുക്ക് നോക്കാം. നിലവിലുള്ള നിങ്ങളുടെ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ചില അമ്മയും കുഞ്ഞും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക്
പ്രശ്നമായിട്ട് നിലകൊള്ളുന്നു. ചില ആൾക്കാരുടെ നിയന്ത്രണം, ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് മാനസികമായിട്ടും ടെൻഷനും കാര്യങ്ങളും തരുന്നത് പോലെയുള്ള അവരുടെ വാക്കുകൾ, അവരുടെ ഉപദേശങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. മറ്റു ചിലവർക്കാണ് ഇവിടെ അമ്മയും കുട്ടിയും അല്ലെങ്കിൽ ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത്. അമ്മയുടെ സ്ഥാനമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ചില നിലപാടുകൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് ജോലി സ്ഥലത്താകാം, റിലേഷൻഷിപ്പിലാകാം, കുടുംബജീവിതത്തിൽ നിന്നും ആകാം. ഓക്കെ. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളുടെ ജോലി ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ എന്തെങ്കിലും ചില ജോലികൾ കണ്ടെടുക്കുക, നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക. ഇവിടെ 2 സിംഹത്തെ കാണുന്നുണ്ടല്ലോ. മാനസികമായിട്ടും നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തകൾ അനുസരിച്ച് ജീവിക്കാതെ സ്വന്തമായി നിലപാടുകൾ ഉൾക്കൊള്ളുക. ജോലിയിലേക്ക് ശ്രദ്ധ തിരിക്കുക. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ, ഇപ്പോൾ കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ നിങ്ങളുടെ അധികാരങ്ങൾ എടുക്കുക. ഓക്കെ. നിങ്ങൾ ഭയന്ന് മാറി നിൽക്കാതെ നിങ്ങളുടേതായ അധികാരം എന്ത് എന്ന് എടുക്കുക. പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരുന്ന നന്മകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ചില വ്യക്തികൾക്ക് സ്ഥാനമാനങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ഥാനവും ഇല്ലാണ്ടിരുന്നതെങ്കിൽ ഇനി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സ്ഥാനവും അംഗീകാരവും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. നിങ്ങളുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ ചില വ്യക്തികൾ ബാധ്യസ്ഥരായി തീരുന്നതാണ്. നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ആ ഒരു നന്മയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് വരുന്നുണ്ട്, ചില സാമ്പത്തിക ഉന്നതി വരുന്നുണ്ട്, ജീവിതത്തിൽ ഉയർച്ചയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ വരാൻ പോകുന്നത്. നിങ്ങളുടെ പ്രസൻറ്റ് എന്താണ്, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ്, നിങ്ങളുടെ മനസ്സിപ്പോൾ 2 ഗതിയിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ടെൻഷനായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഒരു കറുത്ത സിംഹത്തെയും ഒരു വെളുത്ത സിംഹത്തെയും കാണാൻ കഴിയും. ഒരു ബാലൻസിങ്ങിൽ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ. നിങ്ങൾക്കിപ്പോൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, നിൽക്കണോ പോകണമോ എന്നുള്ള രീതിയിൽ ഒരു മാനസിക അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നതിന് അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും പോകണമോ അതോ പോകണ്ടയോ എന്നുള്ള രീതിയിൽ 2 മനസ്സോടുകൂടി നിൽക്കുന്നു. ഓക്കെ. മറ്റ് ചില വ്യക്തികൾക്ക് യാത്ര കാണുന്നുണ്ട്, യാത്രയിലേക്ക് പുറപ്പെടുവാൻ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനസ്സോടുകൂടി പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളും അവരുടെ ചുമലിൽ ഏറ്റുവാൻ വേണ്ടിയിട്ട്, എന്ത് പ്രശ്നമാണെങ്കിലും ലൈഫിലുണ്ടാകുന്ന എന്ത് കാര്യവും സ്വീകരിക്കുവാനും അത് ചുമക്കുവാനും തയ്യാറായിട്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ്. ഒരു യോദ്ധാവിനെ പോലെയാണ് നിങ്ങൾ കുതിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഡ്രീംസുകളുണ്ട്, നിങ്ങൾ ഒരുപാട് അഫർമേഷനുകൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിലേക്കെല്ലാം കടന്നു പോകുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ചില വ്യക്തികൾ ശിവഭക്ത ആയിരിക്കുന്നു, ഭക്തനും ഭക്തയുമാകാം. ഓക്കെ. നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പിറകിൽ കളഞ്ഞിരിക്കുകയാണ്. ചില വ്യക്തികൾ വീട് വിട്ട് ദൂരോട്ട് മാറുന്നുണ്ട്. ഓക്കെ. പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരും, നിങ്ങളുടെ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കും. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും, അബണ്ടൻസ് ഉണ്ടാകും. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ. നിയർ ഫ്യൂച്ചറിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ലോങ്ങർ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്കൊരു ഗിഫ്റ്റോടു കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതാണ്. ഓക്കെ.
അടുത്ത നോക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്. ചില വ്യക്തികളുടെ ലൈഫിൽ ചില ഉപദേശങ്ങൾക്ക് വേണ്ടി, മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റ് ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ കേസ് കോടതിയുമായിട്ട് അഡ്വക്കേറ്റിനെ കാണുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചില അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില ഡോക്ടറെ കാണുക, ഓക്കെ, ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുക. ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും അത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുക. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ അവരുടെ പ്രാർത്ഥന, അവരുടെ കുടുംബ ദൈവങ്ങളെ പോയി കാണുക, കുറേ പൂജകളും വഴിപാടുകളും നടത്തി ജീവിക്കുക. ഓക്കെ, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ തന്നെ. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തയ്യാറാകുന്നു. ഓക്കെ, പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി അറിയാലോ, ഇപ്പോഴും നമ്മുടെ ഈ ഓരോ പാർട്ടികളുണ്ടല്ലോ, തേർഡ് പാർട്ടി അല്ല, എന്തുവാ, ഇലക്ഷനൊക്കെ നിൽക്കുന്ന പാർട്ടികൾ, രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ, ആ ഒരു പാർട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസിങ്ങിലേക്ക് വരാൻ പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻ ബാലൻസിങ്ങിൽ വരും. റീയൂണിയൻ സാധ്യമാണോ എന്ന് ചോദിച്ചതിന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാണ്. ഓക്കെ, ചില വ്യക്തികൾ റിലേഷൻ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല റീയൂണിയൻ്റെ കാര്യം. ചില വ്യക്തികൾ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ മാനിഫെസ്റ്റേഷൻ അതെല്ലാം സംഭവിക്കാൻ പോകുന്നു. ചില വഴക്കും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ പുറത്ത് വരുന്നു. ചില റിലേഷൻഷിപ്പിൽ റീയൂണിയൻ അല്ലെങ്കിൽ പോലും നിങ്ങളത് ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നു. ആ സംഘടനകളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരുന്ന അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ സ്റ്റാർ ആകുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് പേര് അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിയായി മാറുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സ്റ്റാറിനെ പോലെ തിളങ്ങുന്ന ഒരു അവസ്ഥ കൂടി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. റീയൂണിയൻ സാധ്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള ചുറ്റുപാട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മനസ്സമാധാനമില്ല. മറ്റ് ചില വ്യക്തികളുടെ അടുത്തെല്ലാം വഴക്കുണ്ടാക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ചില അടിയും ബഹളങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വഴക്കുകളൊന്നും ഉണ്ടാകാത്ത വ്യക്തിയാണെങ്കിൽ മാനസികമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ചുമ്മാ മനസ്സിൽ തന്നെ ചില പ്രശ്നങ്ങൾ, ചുമ്മാ ചിന്തകൾ, ഓവറായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് റിലേഷൻ അവസാനിച്ച് പോകുമോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഒന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒന്ന് അവസാനിച്ച് പോകുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ഇപ്പം റിലേഷൻ ബേസിലാണെങ്കിലും ശരി, ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി, എന്തോ ഒന്ന് അവസാനിച്ച് പോകുമോ എന്ന് നിങ്ങൾ ഒരുപാട് ഭയക്കുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഗുണപാഠം എന്ന് പറയുന്നത് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഇന്നലെയും വന്ന എനർജിയാണ്. ഇന്നലെ കണ്ട അതേ വ്യക്തികളാണ് ഇന്നും കാണുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ റീയൂണിയന് ചില വ്യക്തികൾക്ക് റീയൂണിയൻ ഉണ്ട്, മറ്റ് ചില വ്യക്തികൾക്ക് ബാലൻസിങ്ങിൽ വരും. അവരുടെ ലൈഫിൽ ഒരു സ്റ്റാർ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു റീയൂണിയനുള്ള അവസ്ഥ കുറവാണ്. എങ്കിലും ഈ ഒരു വ്യക്തിക്കുണ്ട്, മറ്റ് ചില വ്യക്തികൾക്ക് റീയൂണിയൻ്റെ അവസ്ഥ കുറവാണ്. ഓക്കെ, അപ്പം നിങ്ങൾ കാർഡ് നേരത്തെ സെലക്ട് ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു കാർഡ് സെലക്ട് ചെയ്തതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലും ഒരെണ്ണം റീയൂണിയനും ഒന്ന് പെട്ടെന്ന് റീയൂണിയൻ ഇല്ല, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും റീയൂണിയൻ സംഭവിക്കും. ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ മറച്ചു പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതിന് ഭയപ്പെടുന്ന വ്യക്തികൾക്കാണ് റീയൂണിയൻ ഇപ്പോൾ സംഭവിക്കാത്തത്. പക്ഷെ സംഭവിക്കും, കാരണം ഫ്യൂച്ചറിലാണ്, ലോങ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഇപ്പം ഈ ഒരു സമയത്ത് ചില വ്യക്തികൾക്ക് റീയൂണിയൻ ഇപ്പോൾ പെട്ടെന്ന് കാണുന്നില്ല, മറ്റ് ചില വ്യക്തികൾക്ക് പെട്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക.
ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഈ ഒരു എനർജിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് വരും. കാരണം നിങ്ങൾ മിററിങ് ആയതുകൊണ്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും തോന്നാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിക്കാത്ത വ്യക്തികളാണെങ്കിൽ അത് വിട്ടുകളാം, നിങ്ങളുടെ മെസ്സേജ് അല്ല എന്ന് ചിന്തിക്കുക. മറ്റു ചില വ്യക്തികളോട് പറയുന്നു, എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റായിട്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പം ഈ ഒരു 2 മെസ്സേജ് അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പോയതാണോ അതോ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ നിന്നാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഒരുപക്ഷെ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് നേരിട്ട് കോൾ ചെയ്ത് സംസാരിച്ചിട്ടുള്ളതായിരിക്കാം. ഈ അടുത്ത സമയത്ത് നടന്ന എനർജിയും ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്ലൂസുകൾ കൂടി നോക്കാം. ക്ലൂസുകൾ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഇവിടുത്തെ നമ്പേഴ്സ് കൂടി പറയാം. 5, 16, 15, 6, 5 വീണ്ടും വന്നിട്ടുണ്ട്. 5 മന്ത് എടുക്കണം. 3 വന്നിട്ടുണ്ട്. 12, 21, 3, 13, 4, 3, 17, 8, 15, 6, 7, 1, 6. ഓക്കെ, നിങ്ങൾക്ക് ഈ നമ്പറോ മാസമോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. നമുക്ക് ക്ലൂസ് നോക്കാം. വിശാഖം, അശ്വതി എ എന്ന് പറയുന്ന ലെറ്റർ, നമ്പർ 1. ആർ, ലവ്, എസ്, 1985, 23, 31, 30, 34, 10, 30 ഡേറ്റ് ആയിരിക്കാം. 7, 9, 12 ഡേറ്റും എടുക്കാം, മാസം എടുക്കാം. കെ എന്ന് പറയുന്ന ലെറ്റർ, പി 1993, 97. എൽ എന്ന് പറയുന്ന ലെറ്റർ, മകം 9. ഡി എന്ന് പറയുന്ന ലെറ്റർ, രോഹിണി 4 എന്ന് പറയുന്ന മാസം എടുക്കാം. 1990, 94. കുംഭം 2025 ഏജ് ആയിരിക്കാം, ഡേറ്റ് ആയിരിക്കാം. 2017, 21, 30. എം എന്ന് പറയുന്ന ലെറ്റർ, ചിത്തിര 14 നമ്പർ. ക്യൂ എന്ന് പറയുന്ന ലെറ്റർ, 7 പുണർദം. ജി എന്ന് പറയുന്ന ലെറ്റർ, 23 ചതയം. എ, എം, ഒ, ജെ, വി, ബി, ആയില്യം 39, 43, 41. ഇ എന്ന് പറയുന്ന ലെറ്റർ, ചതയം, അവിട്ടം 22. ബി എന്ന് പറയുന്ന ലെറ്റർ, ഭരണി 2 എന്ന് പറയുന്ന നമ്പർ, ഫെബ്രുവരി മാസവുമാകാം. ജെ എന്ന് പറയുന്ന ലെറ്റർ, 22 തിരുവോണം. ഇസഡ് മകയിരം 5 എന്ന് പറയുന്ന മാസം, ഡേറ്റ്. ഡ്രൈവർ പൂരം. എം, എസ്, കാർത്തിക സി എന്ന് പറയുന്ന ലെറ്റർ, 3 നമ്പർ, 3 മാസവുമാകാം. ഫോൺ നമ്പർ ലാസ്റ്റ് 7. സി, ആർ, എൽ. പി എന്ന് പറയുന്ന ലെറ്റർ, ചോതി 15 നമ്പർ. 2012, 2020 നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വർഷമായിരിക്കാം. ലോങ് ഹെയർ. എഫ് 24 പൂരിട്ടാതി. 15, 16, 18. ഐ എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിലും എല്ലാ രാശികളും നിങ്ങളുടെ കാർഡ് എടുത്തപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ജനിച്ചിരിക്കുന്ന രാശികളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ലൈഫിൽ അവരുടെ ജന്മനക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറിയതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോൾ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.